മക്കളിനെ പോലീസ് സ്റ്റേഷനിൽ ചേർക്കാനാണോടി രാവിലെ നീ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോയത്? ഇതിനെല്ലാം കാരണം ദേവിക ഒറ്റ ഒരുത്തിയാ. ഞാൻ എന്ത് ചെയ്തിട്ടാ അമ്മേ? അയ്യോടാ പാവം, നിങ്ങൾ തേരാപ്പാരാണെന്ന് നടേശനെ വെല്ലുവിളിച്ചോണ്ടാ അയക്ക് ഇത്രയും വൈരാഗ്യം വന്നത്. എന്നിട്ട് നിരഞ്ജന കുട്ടികളെ വിട്ട് നടേശനെ ഇരുട്ടടി അടിപ്പിച്ചു. ഒടുവിൽ അകത്തായത് പാവം അച്ഛൻ. ശരത്തെ, നീ ഇവരുടെ അനാവശ്യം പറയരുത്. എന്താടി ശരത്തുമോൻ പറഞ്ഞത് സത്യമല്ലേ? നീ ചതിയിൽപ്പെടുത്തി മനോഹരനെ പോലീസിന് ഇട്ടുകൊടുത്താടി. മുത്തശ്ശി ഇങ്ങനൊന്നും പറയരുത് കേട്ടോ. മുത്തശ്ശി പറഞ്ഞതിനും സാധ്യതയുണ്ട്. എന്നാലല്ലേ പരുന്തിനും കോഴിയൊക്കെ രക്ഷിക്കാൻ പറ്റൂ. അമ്മ ഞാൻ പറയുന്നൊന്ന് കേൾക്ക. അയ്യോടി കേക്കല്ല, അലുവ. നിനക്കിനി എന്താടി കൂടുതലായിട്ട് ബോധിപ്പിക്കാനുള്ളേ? അമ്മേ, സിദ്ധു സ്റ്റേഷനിലുണ്ട്. അച്ഛനെ ജാമ്യത്തിൽ ഇറക്കാനുള്ള കാര്യങ്ങളൊക്കെ സിദ്ധു ചെയ്തോളൂ. ആഘോഷത്തിന് കീലും വന്നോ? സിദ്ധു വന്നതിന്റെ മെച്ചം ദേവികയ്ക്ക് കിട്ടിയല്ലോ. ദേവിക പുറത്തിറങ്ങിയല്ലോ, സന്തോഷം. അമ്മേ, ഞാൻ പ്രതിസ്ഥാനത്തില്ല. പ്രതിസ്ഥാനത്ത് ഞങ്ങളും മറ്റുള്ളവരൊക്കെ ആണല്ലോ. മനോഹരേട്ടന് അവകാശപ്പെട്ടതാ ഇത്. കുറച്ചു ദിവസം അകത്ത് കിടക്കട്ടെ. അമ്മേ, എന്തായാലും ഈ പേരും പറഞ്ഞ് കുറച്ചു ദിവസം വക്കീലിന്റെ കയ്യും പിടിച്ച് ലല്ലലം പാടി നടക്കാലോ നിനക്ക്. നോണം കെട്ടവളും. ലല്ലല്ലം പാടുന്ന ചെല്ല കിളികളെ വേടം കുരുക്കും കടങ്കഥയിട്ട. മോളെന്തിനാ പേടിക്കുന്നേ? മോളുടെ സിദ്ധുവേട്ടൻ അവിടെ ഉണ്ട്. സുധിയേട്ടന്റെ സ്ഥാനത്ത് നിന്ന് സിദ്ധു എല്ലാം ചെയ്തോളും. ജാമ്യവും കിട്ടത്തില്ല, ഒരു കോപ്പും കിട്ടത്തില്ല. എടി ദേവികേ, ഈ കേസിൽ നിന്നും മനോഹരനെ പുഷ്പം പോലും ഊരിക്കൊണ്ടുവരാൻ നിന്റെ സിദ്ധാർത്ഥന് കഴിയില്ല. അവന്റെ കോട്ടിനെ കട്ടി പോരാ. അത് നീയാണോ തീരുമാനിക്കുന്നത്? അയ്യോ, ഞാനല്ല, നടേശൻ സാറാ. പിന്നെ ആ പെൺ പോലീസ്. പെൺ പോലീസല്ല, പെൺ പുലി. റൂബി പഞ്ഞിക്കാരൻ. റൂബി പഞ്ഞിക്കാരന് ഡിപ്പാർട്ട്മെന്റിൽ ഒരു വിശേഷണം കൂടിയുണ്ട്. കൈയിൽ കിട്ടുന്ന പ്രതികളെ ഇടിച്ച് പഞ്ഞിക്കിടുന്ന ആള്. അല്ല, അത് നിനക്ക് മനോഹരന് മനസ്സിലായി കാണുമല്ലോ. പിന്നെ റൂബി പഞ്ഞിക്കാരന് ഈ കഥയില് വേറൊരു കണക്ഷൻ കൂടിയുണ്ട്. ചിലപ്പോ സ്റ്റേഷനിൽ വെച്ചാൽ നിനക്ക് മനസ്സിലായി കാണും. ചന്ദ്രലേഖയുടെ സുഹൃത്ത ഈ പഞ്ഞിക്കാരി. അത് ഒത്ത് നിനക്ക് സിദ്ധാർത്ഥനും ഒരു പുതിയ എതിരാളി കൂടി. ഒന്ന് പോടാ. ഞാൻ പോവാ. ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോയാലോ എന്ന് ചിന്തിക്കുവോ? ഇവിടുത്തെ DGP സ്റ്റേഷൻ ഡൂക്ലിയായിട്ടിരിക്കുന്നു എന്ന് കാണാമല്ലോ. ഓ, എന്നാ തന്ത വൈബായിരുന്നു ഇവിടെ കിടന്ന്. എല്ലാ വടല മൂകനായി പോയല്ലോ.
സിദ്ധു, ഞാൻ അച്ഛന് ഭക്ഷണമായിട്ട് സ്റ്റേഷനിലേക്ക് പോവായിരുന്നു. ഞാൻ എന്തിനാ പേടിക്കുന്നേ? തെറ്റ് ചെയ്തവർ പേടിച്ചാ പോരെ. റോബി പഞ്ഞിക്കാരന് എനിക്ക് നേരെ വന്നാ ഞാനും തിരിഞ്ഞങ്ങ് നിൽക്കും. ഞാനെന്തായാലും വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്ത ആളല്ലല്ലോ. അതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ എനിക്ക് ബാലി കയറാൻ മലയുമല്ല, എനിക്ക് ഭയവും ഇല്ല. ആ, ഞാൻ ദേ ഇപ്പം ഇറങ്ങും. ആ, ഞാൻ അങ്ങോട്ടേക്ക് ചെന്നിട്ട് വിളിക്കാം. വേണ്ട സിദ്ധു, ഇനിയും ബുദ്ധിമുട്ടി വരണ്ട. ഞാൻ അച്ഛനെ ഒന്ന് കണ്ടിട്ട് വേഗം തിരിച്ചു പോന്നോളാം. ശരി. നീ എന്തോന്നാ പാർവതി പറയുന്നേ? പോലീസ് സ്റ്റേഷനിലേക്ക് പോണോന്നോ? മനോഹരേട്ടൻ അവിടെ കിടക്കുമ്പോ ഒന്ന് പോണ്ടേ അമ്മേ നമ്മള്? അല്ല പാർവതി, ഈ പോലീസുകാരന്മാരുടെ ഓരോ ചോദ്യങ്ങളും ഗൗരവമൊക്കെ കാണുമ്പോഴേ ചിലപ്പോ ഞാൻ പോലീസ് സ്റ്റേഷനിൽ അങ്ങ് വയലന്റ് ആവും. വയലന്റ് ആയാലും അവര് മുത്തശ്ശി പിടിച്ച് സൈലന്റ് ആയിക്കോളും. ഇവിടെ നടക്കുന്ന പോലെ രണ്ടാളും അറിയുന്നുണ്ടോ? എന്തോന്നാ ശരത്തുമനെ? ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും ഒരു കൂസലും ഇല്ലാതെ അവരകത്ത് നിന്ന് പൊതിച്ചോറ് കെട്ടുക. പൊതിച്ചോറ് കിട്ടുന്നു? ആര്? ആർക്ക് പൊതിച്ചോറ് കിട്ടുന്നതേ? ദേവിക. അത് സ്റ്റേഷന് മുന്നിരിക്കുന്ന അഡ്വക്കേറ്റ് സിദ്ധാർത്ഥിന് വേണ്ടിയാണോ അതോ സ്റ്റേഷനകത്ത് തറയിലിരിക്കുന്ന അച്ഛന് വേണ്ടിയാണോന്ന് ആർക്കറിയാം? അവളെ ഇന്ന് ഞാൻ അവിടെ നിക്ക്. അവള് പൊതിച്ചോറും കെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വരട്ടെ. എടി, നമ്മുടെ മുമ്പിൽ കൂടെ വേണമല്ലോ അവക്ക് അങ്ങോട്ട് ഇറങ്ങി പോകാൻ. അതെ, ആ, നമ്മളെ ഒന്നും അറിയാത്ത പോലെ അങ്ങ് നിന്നാ മതി. എന്നിട്ട് ചാടി വീണൊരു ആക്രമണം, അത് മതി. ആ മുത്തശ്ശി, സംഗതി ഒഴിപ്പിച്ചേക്കണം. ഗംഭീര പെർഫോമൻസ് ആയിരിക്കണം രണ്ടുപേർക്കും. ദേ 5 സ്റ്റാർ കിട്ടണം. അവളിങ്ങോട്ട് വരട്ടെ. മോളെ എന്തിനാ കരഞ്ഞേ? അച്ഛനെ ഓർത്തിട്ടാ? ഇല്ല മോള്, സങ്കടപ്പെടാതെ. ഏട്ടത്തി ഇപ്പൊ അച്ഛൻ്റെ അടുത്തേക്ക് പോവാ.